ഈ അടുത്ത കാലത്ത് ചില പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ സാന്നിധ്യവും ബംഗ്ലാദേശിലുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള ഒരു കോടതി ഉത്തരവും വരുന്നത്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നടപ്പാക്കാനായി ഇന്ത്യക്ക് മേൽ ഈ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. മാത്രമല്ല, എവിടെയായാലും അവിടെ പോയി വധശിക്ഷ നടപ്പാക്കും എന്ന ഭരണകൂടവും അവിടുത്തെ തീവ്രവാദ സംഘടനകളുമെല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഇന്ത്യക്കെതിരായിട്ടുള്ള വലിയ പ്രകോപനമാണ്. കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഉണ്ടെങ്കിലും രാഷ്ട്രീയമായി കെട്ടിച്ചമയ്ക്കപ്പെടുന്ന കേസുകൾ അതിൽ ബാധകമാകുന്നില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഷെയ്ഖ് ഹസീനയെ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബംഗ്ലാദേശിനെ ഔദ്യോഗികമായി ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ഖലിയൂർ റഹ്മാൻ കഴിഞ്ഞ ദിവസം, അതായത് നവംബർ 18 അതിരാവിലെ 6:30 ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം അജിത് ഡോവലും ഉൾപ്പെടെയുള്ള ആളുകളുമായി ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് വളരെ രഹസ്യമായ ചർച്ചകൾ ഇന്ത്യയിൽ നടത്തുന്നു.